നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ ആവേശകരമായ ഒരു വിജയം സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞിരുന്നു. 2-3 ഗോളുകൾക്കാണ് ആസ്റ്റൺ വില്ലയെ അവർ പരാജയപ്പെടുത്തിയത്. ആദ്യ പകുതിയിൽ 2 ഗോളുകൾക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പിറകിലായിരുന്നു. പക്ഷേ രണ്ടാം പകുതിയിൽ 3 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് അവർ തിരിച്ചു വരികയായിരുന്നു. തുടർച്ചയായ തോൽവികൾക്കിടയിൽ ഈ ഒരു വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞത് തീർച്ചയായും യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ സീസണിൽ 13 തോൽവികൾ ഇതിനോടകം തന്നെ യുണൈറ്റഡ് വഴങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ നായകനായ ബ്രൂണോ ഫെർണാണ്ടസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. തന്നെ പോലും സംശയിച്ചു എന്നാണ് ബ്രൂണോ ഫെർണാണ്ടസ് പറഞ്ഞിട്ടുള്ളത്. അതായത് ക്ലബിനകത്ത് പരസ്പരം ഒരു വിശ്വാസമില്ലായ്മ നിലനിന്നിരുന്നു എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ബ്രൂണോയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്നത്തെ മത്സരത്തിൽ അടിയുറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ വിശ്വാസമില്ലായ്മ നിലനിന്നിരുന്നു. പരസ്പരം വിശ്വാസമില്ലെങ്കിൽ കാര്യങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. എന്തിനേറെ പറയുന്നു, ഞാൻ പോലും എന്നെ തന്നെ സംശയിച്ചു പോയി. എനിക്ക് ഇവിടെ തുടരാനുള്ള അർഹതയുണ്ടോ എന്നായിരുന്നു ഞാൻ എൻ്റെ കാര്യത്തിൽ സംശയിച്ചിരുന്നത്. കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ഇതൊക്കെ തികച്ചും നോർമലായ ഒരു കാര്യമാണ്. ഇതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഈ റിസൾട്ട് ഞങ്ങൾക്ക് നേടിയെടുക്കേണ്ടി വന്നത്. ഇതാണ് ബ്രൂണോ ഫെർണാണ്ടസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മികച്ച ഫോമിൽ കളിക്കുന്ന വില്ലയെ തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും യുണൈറ്റഡിന് സഹായകരമാകുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്ത മത്സരത്തിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെയാണ് അവർ നേരിടുക. നിലവിൽ പോയിന്റ് പട്ടികയിൽ 6ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉള്ളത്. 8 തോൽവികൾ ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ ഇതിനോടകം തന്നെ അവർ വഴങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.